വ്യക്തിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി രൂപപ്പെടുന്നത് പോലും കർമ്മങ്ങളുടെ ഫലമായിട്ടാണെന്ന് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കും തോറും കുറഞ്ഞു വരുന്ന ഒരു ഇതാണോ, അതോ ഉപയോഗിക്കും തോറും അതിൻ്റെ മാറ്റ് കൂടി വരികയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു റിസോഴ്സസ് എന്നുള്ള നിലയിലാണ് ഇച്ഛാശക്തിയെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കുറഞ്ഞു വരുമ്പോൾ ഉപയോഗം കൂടുന്നവരും കുറഞ്ഞു വരണം എന്ന് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ചിന്തിച്ച് പോകാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇച്ഛാശക്തി ഒരു ഫാക്കൽറ്റിയാണ്. നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നൊരു ഫാക്കൽറ്റിയാണ്. നിക്ഷേപിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞാൽ അതിൽ നേരത്തെ ഉണ്ട്, സഹജമാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കാനുള്ള തിരിച്ചറിവാണ് ഈ കാർമ്മികമായിട്ടുണ്ടാകുന്നത്. അല്ല ഇച്ഛാശക്തിയുടെ വളർച്ചയോ ഉത്ഭവമോ ഒന്നുമല്ല. മനസ്സിലായില്ലേ? അത് നേരത്തെ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്കത് ഇച്ഛാശക്തി ഉപയോഗിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഇച്ഛാശക്തി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവെന്ന് പറയുന്നതാണ് മറ്റ് ഘടകങ്ങൾ തീരുമാനിക്കുന്നത്. അല്ല ഇച്ഛാശക്തി ഉണ്ടാക്കുകയല്ല. അങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ മാത്രം അതിന് അരുൺ പറഞ്ഞ പോലെ ഇല്ലായ്മ ഉണ്ടാവാം. നിൽക്കുന്നതും നിത്യമായിരിക്കുന്നതുമായ ഒരു സംഗതിയായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും കാരണങ്ങൾ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗം കൊണ്ട് ഇല്ലാതാവുന്നുമില്ല എന്നും തിരിച്ചറിയണം. അത് നിത്യമായിട്ടും അതിൻ്റെ ശക്തി അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അരുൺ സൂചിപ്പിച്ച കാരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ നമുക്ക് ഇച്ഛാശക്തി ഇല്ലയെന്ന് നമുക്ക് തോന്നിയാലോ, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയാലോ, ഇതൊക്കെ തോന്നലുകളല്ലേ. അങ്ങനെയൊക്കെ തോന്നലുകൾ വരാം. ഒക്കെ തോന്നലുകൾ മാത്രമാണ് എല്ലാം.